ഹായ് കൂട്ടുകാരെ, വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വൈകി കേട്ടോ. എന്നാലും കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുവാണേ. ഞാനും എൻ്റെ മോളും കൂടിയാണ് വിഷുവിനെല്ലാം ഒരുക്കിയത്. തലേദിവസം രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഏകദേശം 10:30 തുടങ്ങിയ പ്രോസസ്സ് ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടാവും. കാരണം വേറൊന്നുമല്ല, എത്രയല്ല എങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു തൃപ്തിയാകത്തില്ല. അതെന്താന്ന് വെച്ചാൽ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഭഗവാന് വേണ്ടി അല്ല, ഭഗവാന്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫീലാണത്. പിന്നെ അത് ചെയ്യുന്നവർക്കത് മനസ്സിലാവും. എത്ര ചെയ്താലും നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നാറില്ല. എന്നുവെച്ചാൽ ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇനി ഇതിലെന്തെങ്കിലും കുറവുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു തോന്നലുണ്ടാവും. പിന്നെ എനിക്ക് കൃഷ്ണനിടാനായിട്ട് തുളസിമാല ഇല്ലായിരുന്നു, കിട്ടിയില്ല. തുളസി പറിച്ച് കെട്ടാന്ന് വിചാരിച്ചാൽ തുളസി ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടുകാലം ആയതുകൊണ്ട് നമുക്ക് തുളസി ഇവിടെ കിട്ടുന്നില്ലായിരുന്നേ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, പുറത്ത് പോയപ്പോൾ വേപ്പിൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് അത് നൂല് വെച്ച് കെട്ടിയിട്ട് അതാണ് ഞാൻ അതിൻ്റെ അറ്റത്ത് 2 ജമന്തിപ്പൂവും വെച്ച് അതാണ് ഞാൻ മാലയായിട്ട് ഭഗവാന് ചാർത്തിയത് കേട്ടോ. പിന്നെ ബാക്കി എല്ലാ സെറ്റപ്പും നമ്മൾ മേടിച്ചതാണ്. ഫ്രൂട്ട്സും കാര്യങ്ങളും, മയിൽപ്പീലിയും വാൽക്കണ്ണാടിയും മറ്റെല്ലാ സാധനങ്ങളും മേടിച്ചാണ്. പിന്നെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിനകത്ത്. എന്തായാലും നല്ലൊരു വിഷു ആകണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു വിഷു ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് രാവിലെ അമ്പലത്തിൽ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോയി. അവിടെ അമ്പലത്തിൽ ചെന്നപ്പോഴേ അതിലും ഭംഗിയായിട്ടൊരു കൃഷ്ണൻ്റെ കളം വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കാണാൻ എന്ത് രസമായിരുന്നെന്നറിയാമോ. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുഞ്ഞിനെയും ചേച്ചിമാരെയൊക്കെ നിർത്തി, ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരെയും നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു. ഇവിടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരിക്കൽ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ വിഷു അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുവാശംസകൾ നേരുന്നു. താങ്ക് യു, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.